ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ കുളിക്കാൻ പോകണം എല്ലാവരും പാടെ. എൻ്റെ വൈഫുണ്ട്, തക്രൂച്ചുണ്ട്, ഇച്ചാപ്പുണ്ട്, കുഞ്ഞോളുണ്ട്, സന്നുണ്ട്, പൂമോള് ഓളെ കെട്ടിച്ചുകൊടുത്ത് വരുന്നുണ്ട്. രണ്ട് കുട്ടികൾ, റാമിയല്ല, റാസി, റിതു, ഓരൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മൾ ഇവിടെ തന്നെ അടുത്തുള്ളൊരു പൊയ്ക്കാണ് പോണത്. കേരള കുണ്ടുക്ക് പോകണമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ കേരള കുണ്ടിക്ക് പോകാൻ വേണ്ടി ഞങ്ങളെ പേര് കുറെ ആൾക്കാരുണ്ട്. ഓലൊന്നും ഇന്നത്തെ ദിവസം പറ്റില്ല ഓർക്ക് പോരാൻ. അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് വീട്ടുകാർ ഈ വീട്ടുകാരും ഇതിൻ്റെ മലയിടത്തിൻ്റെ വീടാണ് ഈ വീട്ടുകാരും മാത്രമുള്ള ഒരു പൊയ്ക്ക് പോണ വ്ളോഗാണെന്ന് നമ്മൾ ചെയ്യാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കാറിൽ പോകണമെന്നാണ് കരുതിയത്. അപ്പോൾ നമ്മളെ കാറിലല്ല എടുക്കണത്. കുഞ്ഞോളാണ് ഡ്രൈവർ. കുഞ്ഞോളെ ആ ക്രൂസലാണ് നമ്മൾ എടുക്കുന്നത്. വണ്ടി എടുക്കേ അതല്ല എടുക്കണേ ഇടുക്കേ ആയി പഠിപ്പിച്ചല്ലേ. കുഞ്ഞോളാണ് വണ്ടി എടുക്കുന്നത്. അപ്പൊ നമ്മള് ഇതെടുക്കാത്തിന്റെ കാരണം കുട്ടീനെ നമ്മളിവിടെ ഉറക്കാൻ കിടത്തി. ഗ്യാസ് എല്ലാവരും എത്തിയതാ. നമ്മൾ ടീം ഫുൾ എത്തിക്കണം. നമ്മള് അതാ സണ്ണി എല്ലാരും എത്തിക്കണ്. അപ്പൊ പൂമോള് ഇതാ വരുന്നത്. പൂമോള് എത്തി, ഫുള്ള് സെറ്റാണ്. അപ്പൊ നമ്മൾ ഈ കാർ എടുക്കണം എന്നാ കരുതിന്. പക്ഷെ എടുക്കാത്തിന്റെ കാരണം കുട്ടീനെ ഉറക്കിക്കണം. അപ്പൊ ഞാൻ അഥവാ കുട്ടി ഉണരാണെങ്കിൽ ഇമ്മാക്കും ഉപ്പാക്കും കുട്ടീനെ എടുത്താണ്ട് പൊയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർ എടുക്കാത്. അപ്പൊ എല്ലാവരും കാട്ടിക്കൊടുക്കും. അതായത് ഈ ഒരു ഗ്യാങ്ങാണ് ഞങ്ങൾ കുളിക്കാൻ പോണത്. അപ്പോൾ അതിന് തിരുമ്പാല ഡ്രസ്സൊക്കെ എടുത്തുക്കണേ. ഒരു കുപ്പി വെള്ളം എടുത്തുക്കണേ. പവർ ബാങ്ക്, ഫോൺ ചാർജ് ചെയ്യാൻ അത് എടുത്തുക്കണേ. പവർ ബാങ്ക് പിടിച്ചോ. പിന്നെ കുളിക്കാതാ സോപ്പ്, സാധനം എല്ലാവരും എടുത്തുക്കണം. അപ്പൊ ഞങ്ങള് പോവാണ്. ഇനി പോണ വിശേഷങ്ങൾ നമുക്ക് കാണാം. പോരെ ഓല് കുറച്ച് ആൾക്കാര് കാറിലും ഞങ്ങൾ ബൈക്കുമ്മയാണ്. ഇതിലാണ് ക്യാമറമാൻ കേറില്ലോ. അപ്പൊ ഇതിലാണ് ക്യാമറമാന്. അപ്പൊ ഞങ്ങൾ പെരിന്ന് ഇറങ്ങി ഗായ്സ്. ഞങ്ങള് ഇങ്ങനെ പോണ ബൈക്ക് വിശേഷങ്ങൾ കാണിച്ചു തരാം. എന്തിനാ വിളിച്ചോല്? അപ്പൊ ഗായ്സ് ഓല് കാറുകൊണ്ട് എങ്ങനെ പോണീൻ്റെ അടിയിലുണ്ട്. അമ്മോൻ്റെ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഞാനും കൊണ്ട് നിങ്ങളിപ്പം പോയി കാരണം. അപ്പോൾ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, നേരെ അമ്മോൻ്റെ വരേക്ക് സെക്യൂർ ബായിൻ്റെ വീട്ടിലേക്ക് നേരെ 110 അവിടെ പോയി. ഞാനും ഇതിലാണ് പോണത്. ഓളവിടെ മുറ്റത്ത് കാത്തിക്കുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ ചെന്നപ്പോൾ മുറ്റത്ത് ഓളിങ്ങനെ കവറും പിടിച്ചാണ്ട് തുണിക്കുപ്പായിട്ട് കവറും പിടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഓളെടുത്ത് പോരാൻ നേരത്തുണ്ട് അമ്മായിയും മമ്മി അവിടുന്ന് എന്തോ എത്തിപ്പാളിങ്ങനെ നോക്കണം. അപ്പോൾ ഓലോട് ചോദിച്ചു നിങ്ങളുണ്ടോ ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങളില്ല, ഞങ്ങൾ കുറച്ച് പണിയും കാര്യങ്ങളുണ്ട്, നിങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു. അപ്പോൾ ഓരോട് കുറച്ച് നേരം ബെഡായിയൊക്കെ പറഞ്ഞു ഓരോന്ന് തള്ളി മറിച്ച് അവിടെ കുറച്ച് നേരം നിന്നു. നേരെ എന്നിട്ട് എന്ത് ചെയ്തു, നേരെ മറ്റൊരു വിളിച്ച് തൊയിരം കെടുത്തിട്ടുണ്ട് വേഗം ഭാവി തന്നെ. അപ്പോൾ അങ്ങോട്ട് വേഗം പോണീൻ്റെ അടിയിലാണ് വണ്ടിയിലത്തെ എണ്ണ കഴിഞ്ഞു. അപ്പോൾ നേരെ ഒന്നും നോക്കിയില്ല, പെട്രോൾ പമ്പിലാണ് പെട്രോൾ പമ്പ് കയറ്റിയിട്ടാണ് ചേച്ചി ഒരു 100 റുപ്യക്ക് അടിച്ചാടിന്ന് പറഞ്ഞു. നേരെ ചേച്ചിനെ കൊണ്ട് ഒരു 100 റുപ്യക്ക് പെട്രോൾ അടിപ്പിച്ചാണ്ട് മറ്റൊരാണെങ്കിൽ വിളിച്ച് തൊയിരം കെടുത്തിട്ട് ഒന്ന് വേഗം ഭാവി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് 100 റുപ്യക്ക് എണ്ണ അടിച്ചിട്ട് നേരെ ഓരോടുത്ത് പോയി. പോണീൻ്റെ ഇടയിലുണ്ട് ബാക്കിലിഞ്ച തുണക്കാരത്തി 100-110. ഓളാണ് ഈ സ്പീഡിൽ ഓളെ പിടിച്ചിട്ട് കിട്ടണ്ടേ. ഓളെങ്ങനെയും ഒന്ന് ഈ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരുത്തിയപ്പോൾ ഓളാണ് ഈ 100-110 പോയി. ഓളെ കിട്ടിയില്ല, ഓളങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ ഓളെ പിന്നാലെ പിടിച്ചാൽ നിന്നില്ല, മറ്റോലെ വിളിച്ച് ദൂരം കെടുത്തില്ല. ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ ഓലെടുത്ത് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടും ഓലെത്തണുള്ളൂ. അപ്പോൾ ഓലെ ഉള്ളി കണ്ടപ്പോൾ ഇതുപോലെ ഇവിടെ ഫസ്റ്റ് വന്ന് കുളിച്ച് കഴിഞ്ഞിരിക്കണം. പൂമളേക്ക് വണ്ടി അവിടെ ഇറക്കിക്കോ, ഇതിലെങ്ങനെ താഴത്തേക്ക് ഇറക്കിക്കോ. അപ്പം നമ്മളെ ലൊക്കേഷനിൽ എത്തിക്കുന്നത്, ഇതാണ് നമ്മളെ ലൊക്കേഷൻ. അപ്പം എല്ലാവരും കുളിക്കാൻ റെഡി ആയി സാധനങ്ങളൊക്കെ എടുത്താണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണതാ വെക്കാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താരോ, നമ്മൾ ഈ വെക്കേഷൻ ടൈമിനേലും കുട്ടികളെ നമ്മൾ ഇതേമാതിരി പെരിയിൽ കുത്തി എല്ലാ കുട്ടികളും കാണും ഈ പെരിയിൽ ഇരുന്നാണ്ട് മൊബൈലിൽ കളിച്ചും ടിവിയും കണ്ട് കുത്തിരിക്കണം ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതിലാറൊക്കെ മെച്ചം നമ്മൾ ഇതേമാതിരി കുട്ടികളെ പോയി കൊണ്ടുവരിക, മലയിൽ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു റിലീഫ് ആക്കണം. അപ്പോൾ നമ്മളാണ് ചെയ്യേണ്ടത്. എന്താ തന്നെ എനിക്ക് പറയാനുള്ളത്? എന്താ മിന്നൂസിന് അറിയാല് ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ പോണത് എന്താ നല്ലൊരു വൈബാണ്. അപ്പൊ ഗായ്സ് അങ്ങനെ പോയി എത്തി വെള്ളത്തേക്ക് ഇറങ്ങി. വാടാ ഇച്ചാപ്പിയാ ഇങ്ങോട്ട് വാ. ആയൊക്കെ ഉണ്ടാവും, ഇങ്ങോട്ട് വന്നോണി. എടി ദിലോ ഒന്ന് വീഡിയോ എടുത്തോണ്ടാ അതാ കുറിച്ച് ഇച്ചാപ്പിയാ അഞ്ചിട്ട് വാ, ഞാൻ പിടിച്ചാ അങ്ങോട്ട് പോവാ, നമുക്ക് വെള്ളത്തിൽ പോവാ, കുണ്ടിക്ക് പോവാ. ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോവാ.
ഇങ്ങോട്ട് വാ. അപ്പൊ ഇവിടെയാണ് വാ റീതൂറ്റി ഇങ്ങോട്ട് വാ. മുന്നിൽ ഓക്കെ അല്ലെങ്കിൽ മേത്ത് തട്ടും. എന്താ ക്യാമറ പിടിച്ചോ ഈ ചാപ്പിനെ കൊണ്ടുവരാൻ കേട്ടോ. ഈ ചാപ്പിനെ കേട്ടോ 5X എടുക്കുന്നു. 1X എടുക്കാം. ചാപ്പിട്ടോ 1X ആയപ്പോ ആയോ? ഞാൻ ചാപ്പിനെ കൊണ്ടുവരാം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ക്യാമറ കൊണ്ട് പോകണം. എന്റെ കൈ മറിയില്ലല്ലോ. ചാപ്പിനെ കഴിക്കാം. കൊണ്ടുപോണ്ട മുങ്ങരുത് കായ്സ്. അപ്പൊ ഞങ്ങള് പോക്കല്ലേ? ഓക്കെ ഉറങ്ങട്ടെ. ഇവിടെ കുണ്ടാണ് ഇറങ്ങാന്. ഓടാ ഇവിടെ കുണ്ടുണ്ടോക്കാം. ഇവിടെ നിന്നോക്കാം. ഞാൻ പുട്ടാലും തക്കുറിച്ച് വാ. ഞാൻ പിടിച്ചോണ്ട് ഞാൻ പിടിച്ചോ. വാ ധൈര്യമായിട്ട് വന്നോ. ധൈര്യമായിട്ട് വന്നോ. അപ്പൊ ആദ്യം അറിഞ്ഞാടോ ബലും ചാടുണ്ട്. ചാടിക്കോ. അപ്പൊ ഇജ്ജല്ലേ മുങ്ങിയത്. നിനക്ക് പേരും പേര് ഇവന്റെ മോന്തോക്കാ. ഇവിടെ കുടിയോക്കാം. ഇവിടെ നിന്നോക്കാ. നിനക്ക് പേരും പേരാണ്. ആറക്കാലിമൊക്കെ പോടാ. ഇവിടെ കുണ്ടില്ല. ഇവിടെ നിക്ക്. ഇവിടെ നിക്കടാ. എങ്ങനെയുണ്ട്? ഇവിടുന്ന് ഒറ്റക്ക് പോ. മുങ്ങാതെ പോ. തക്രൂച്ചി ഇവരെ കൊണ്ടേക്കാണ്ട്. എങ്ങനെയുണ്ട് ഈ ചാപ്പിയ? ഇത് മറിഞ്ഞാണ്. അങ്ങനെ മറിഞ്ഞാരിട്ടോ. അങ്ങനെ മറിഞ്ഞാൽ പാറമ്പ തലട്ടും. നല്ല സത്യം പറയുകയാണെങ്കിൽ ഇവർക്ക് നല്ല പാളിന് പാളിക്കണ്. ഓന്റെ മോന്തോണി എല്ലാം വരുത്തേക്കണ്. പുറകെട്ട് അടിച്ചിട്ട് ഞാൻ ചാർന്ന് ചാപ്പി അടിക്കാം. മുങ്ങിയോക്ക. അന്ന് വേറൊരു കുണ്ടി കൊണ്ടോട്ടെ. ഞാൻ അന്ന് വേറെ കുണ്ടി കൊണ്ടുപോവാ. ഒരു പേരും കൂടി വേണമെങ്കിൽ വാ. ഇവിടെ പാറ എവിടെ? ഇതിന്റെ അപ്പുറത്തോ? അപ്പുറത്ത് നല്ലതുണ്ടോ? ഇവനെങ്ങോട്ട് ഈ പോണത്? അത് ഇങ്ങോട്ട് ചാടിക്കോ. ഇഞ്ച മേത്തേക്ക് ചാടിക്കോ. ഞാൻ പിടിച്ചാലേ വാ. എന്നാ തീരോ ഈ പോ. ക്യാമറ ഒന്ന് പിടിച്ചാ ഇജ് വാ. കുറച്ചേരം 2 ഇഞ്ച് വാ. 2 ഇഞ്ച് ചാടിക്കോ. ഞാൻ പിടിച്ചു. ഇവിടേക്ക് ചാടിയാ ഞാൻ പിടിച്ചു. വാടാ ചപ്പി വാ. ചപ്പയും പേടിയാടി. ഇങ്ങോട്ട് വാ. ഇച്ചു വാ. പിടിച്ചിട്ടില്ലെങ്കിൽ എന്ത് ഇല്ലടാ. ഞാൻ പിടിക്കണ പേടിച്ചിന്. വാ ഞാൻ പിടിച്ചാ. വാ നിനക്ക് പേരുമ്പോഴേ വാടാ. ബാത്താക്കുറിച്ച് വാ. ഞാൻ പിടിച്ച കൈമ കൂടി. അന്ന് ആത്തി ഇറക്കിക്കോനെ. എങ്ങനെയുണ്ട്? ചാട അവിടേക്ക് പോണം. വള്ളത്തേക്ക് പോ. ചെവി നീന്താ
ഇജ്ജാണ് പൂണത് ഇജ്ജ് പൂണില്ലേ എവിടെ ചെറിയ കുട്ടികളപ്പ നമ്മളും ചെറിയ കുട്ടികളാവും ഇതെന്റെ എറണാകുളത്ത് പോയാൽ കിട്ടും എനക്ക് ഈ പോയാ കുളിച്ചാൻ കൊണ്ട് ഇപ്പൊ ഇതിനേനുല്ലേ ഇപ്പോഴല്ലേ മനസ്സിലായത് അപ്പൊ ഗായ്സ് നോക്കാണ് ഇന്റെ അവസ്ഥ കുളിച്ചാൻ പോവാന്നിട്ട് ഇപ്പൊ ഇതാ അവസ്ഥ തിരുമ്പ് ഇപ്പോഴല്ലേ ഇപ്പോഴും ഇത് മനസ്സിലായത് കുളിച്ചാൻ ആദ്യമൊക്കെ ഒന്ന് തിരുമ്പി കൊടുക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് ആയിരിക്കും ഇങ്ങനൊക്കെ തിരുമ്പാൻ പറ്റും ഇനി എന്റെ ഒപ്പം കുളിച്ചാൻ പറ്റില്ല കേട്ടോ ഇതിലും ഇപ്പോഴല്ലേ മനസ്സിലായത് ഓൾക്ക് നേക്കാണ് കുമോളെ ഓളെ നേക്കാപ്പതേ കുളിച്ചാൻ പോവാറിട്ട് ഇന്നെ കൂടെ തിരുമ്പിപ്പിച്ചാലേ നേക്ക് അപ്പോൾ ഗായ്സ് കുളിക്കണീൻ്റെ ഇടയിൽ ഇർഷാദ് വിളിച്ചിട്ട് പറഞ്ഞു വേഗം ആ മുടി കെട്ടാൻ ഇപ്പോൾ ആളില്ലായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞാൽ ഇന്നലെ മുടി കെട്ടാൻ പറ്റില്ല അപ്പോൾ ഇന്ന് നേരെ കുളിക്കണീൻ്റെ ഇടയിൽ നേരെ വണ്ടിയാണ് ഇർഷാൻ്റെ അടുത്ത് കൊന്നു ഇനി മുടി കെട്ടിയിട്ട് നേരെ എന്നിട്ട് വേണം ഞാൻ ഓലെടുത്ത് തന്നെ പോകാൻ ഓലെ കുട്ടീനെ ഇച്ചാപ്പിനെ ഓലൊക്കെ അവിടെ ആക്കി പോകുന്നു കഴിഞ്ഞാൽ എന്താവുന്നാവും അപ്പോൾ എന്തായാലും ഞാൻ മുടി കെട്ടിയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ വെട്ടി പെരീകെത്തി ദിവസം അപ്പോൾ ഇത് ഞങ്ങൾ ചെറിയ വ്ളോഗാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ കൂടെ കൂടാൻ മറക്കണ്ട പുതിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നിൽ വരും